പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസാണ് യേശുവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ വ്യക്തി. യേശു കർത്താവ് എന്തു കാര്യം ചോദിച്ചോ അതിനെല്ലാം അപ്പോൾ തന്നെ ഉത്തരം പറയുവാനും യേശുവിൻ്റെ കൂടെ കടന്നു പോകാനൊക്കെ ഇടയായ ഒരാളായിരുന്നു പത്രോസ്. പലപ്പോഴും നമ്മൾ തമാശ വണ്ണം പറയും പത്രോസ് ഒരു എടുത്തുചാട്ടക്കാരനാണ്. യേശു ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് പലരും വിട്ടുപോയപ്പോൾ ചോദിച്ചപ്പോൾ പത്രോസ് ചോദിച്ചു, ഞങ്ങൾ ആരുടെ അടുക്കിലേക്ക് പോകും? നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്, നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞാൻ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ പത്രോസാണ്. അത് കഴിഞ്ഞ് വീണ്ടും കർത്താവ് ചോദിച്ചു, മത്തായി സുവിശേഷം 16 വരുമ്പോൾ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? മറ്റുള്ളവർ പല വിധത്തിൽ പറയുന്നു, യിരെമ്യാവാണ്, പ്രവാചകനാണ്. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പത്രോസ് ചാടി പറയുകയാണ്, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നേരം കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ ഇപ്പം പറഞ്ഞത് നീ സ്വന്തം പറഞ്ഞതല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് പറഞ്ഞതാ. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് കിട്ടിയെങ്കിലോ യേശു ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പത്രോസ് ഇങ്ങനെ ഒരു വെളിപ്പാട് കിട്ടിയിട്ടല്ലേ പത്രോസ് പറഞ്ഞത്, മാംസരക്തങ്ങളല്ല നിന്നോട് സംസാരിക്കുന്നത്. നേരം പത്രോസിന്റെ അകത്ത് സംസാരിച്ച ആരാ? അങ്ങനെ സംസാരിക്കുന്ന ഒരു ദൈവമില്ലേ നമ്മുടെ കൂടെ? മാംസരക്തങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ പൗലോസ് എന്ന മനുഷ്യൻ പറഞ്ഞത്, കൊരിന്ത്യരുടെ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ഞാൻ ജഡപ്രകാരം ആരെയും അറിയില്ല. എന്തുകൊണ്ടാണ് ജഡപ്രകാരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എൻ്റെ അറിവിലുള്ളത്. എന്നാൽ ഞാനൊരു മനുഷ്യനെ അറിയുന്നത് ആത്മാവിലാണ്. ഞാനൊരു മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആ വ്യക്തി ആരായിരിക്കുന്നു, എങ്ങനെയായിരിക്കുന്നു, എന്തായിരിക്കുന്നു എന്നെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന, മനസ്സിലാക്കിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് തിരിച്ചറിയണം. ഇങ്ങനെ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവിൻ്റെ കൂടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അതാ ഏറ്റവും വലിയ ഭാഗ്യം. പ്രിയമുള്ളവരെ, പത്രോസ് അങ്ങനെയാ കർത്താവിൻ്റെ കൂടെ താമസിച്ചത്. ഒരിക്കൽ പത്രോസ് വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോഴാണ് കർത്താവ് വെള്ളത്തിന് മേലെ നടന്നു വരുന്നത് കാണുന്നത്. പെട്ടെന്ന് അവര് ഭയന്നുപോയി. അപ്പോഴാണ് ആ വന്നത് കർത്താവാണെന്ന് അറിയാൻ ഇടവന്നത് പത്രോസ്. കർത്താവാണെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെ വന്നോട്ടെ. പത്രോസിനെ കർത്താവ് വിളിച്ചു. വെള്ളത്തിന്റെ മേലെ നടന്നു പോകാൻ പത്രോസിന് കഴിഞ്ഞു. കർത്താവ് വിളിച്ച വിളിയുടെ കൂടെ തിരമാലകൾ അവൻ ശ്രദ്ധിക്കുന്നതിന് മുമ്പേ അവൻ വെള്ളത്തിന് മേലെ നടന്നു. എന്നാൽ കർത്താവിനേക്കാൾ വലിയ തിരകളാണ് അടിക്കുന്നതെന്ന് അവന് തോന്നിയപ്പോഴാണ് അവൻ താന്നത്. പ്രിയമുള്ളവരെ, വിളിച്ച കർത്താവിന്റെ പുറകെ മറ്റു പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും നോക്കാതെ നമ്മൾ നടന്ന് കർത്താവിന്റെ കൂടെ ഇറങ്ങിയാലുണ്ടല്ലോ, മനുഷ്യൻ അസാധ്യമായ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചുകൊണ്ട് കടന്നു പോകാൻ കഴിയും. എന്ന് എപ്പോൾ അവൻ കർത്താവിനെ നിന്ന് അവന്റെ നോട്ടം മാറിയോ അപ്പോൾ മുതൽ അവൻ പതുക്കെ താഴോട്ട് പോകാൻ ഇടവരും. എന്നാൽ കർത്താവിനെ നോക്കിയാണ് അവൻ പോകുന്നതെങ്കിൽ, ഹെബ്രായ ലേഖകൻ 12-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വചനഭാഗമുണ്ട്,
വിശ്വാസത്തിന്റെ നാഥനും പൂർത്തി വരുത്തിയവനുമായ യേശുവിനെ നോക്കി അവന്റെ കൂടെ നടക്കണം. ഇവിടെ ഞാൻ കർത്താവിന്റെ കൂടെ അവനെ നോക്കിയാ നടന്നതെങ്കിൽ കർത്താവ് ആരെന്ന് അറിയാൻ കഴിയും, ആരെന്ന് തെളിയിക്കാൻ കഴിയും, കർത്താവ് പറഞ്ഞതുപോലെ അനുസരിക്കാൻ കഴിയും. കർത്താവിനെ നിന്ന് എപ്പോൾ നമ്മുടെ കണ്ണ് അല്ലെങ്കിൽ ദൃഷ്ടി മാറിയോ അപ്പോൾ ഞാൻ താന്നു പോയിക്കൊണ്ടിരിക്കും. കർത്താവിന്റെ മുഖത്തിൽ നിന്ന് ഞാൻ, അവന്റെ ആ മുഖപ്രസാദത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് പോയോ അവിടെ ഞാൻ പരാജയം അനുഭവിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അവനെ നോക്കാതെ അവന്റെ മുഖത്തിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ മാറുമ്പോഴല്ലേ പരാജയം? ഇങ്ങനെ നമ്മൾക്ക് അനേകം പരാജയങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അവന്റെ മുഖത്തിൽ നിന്ന് കണ്ണു പറിക്കാതെ, അതുകൊണ്ട് അവനെ നോക്കിയവർ പ്രകാശിതരായി. നമ്മുടെ ഹൃദയം ഒരുക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നെ നോക്കി നിന്റെ സ്വരം കേട്ട് നീ ആരാണെന്ന് ഏറ്റു പറഞ്ഞ് നിന്റെ കൂടെ മടിയില്ലാതെ വെള്ളത്തിന്റെ മേളിലൂടെ നടക്കാനും നിന്റെ കൂടെ ജീവിക്കാൻ തക്കവണ്ണം ഒരുക്കമുള്ളൊരു ഹൃദയവും ഒരുക്കമുള്ളൊരു ജീവിതവും എനിക്ക് തന്ന് എന്നെ അങ്ങയുടെ കൂടെ നടത്തണമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് നടക്കാമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുത പ്രവൃത്തി കാണാൻ കർത്താവ് ഇടയാക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.